ജീവിതത്തെ സത്യാന്വേഷണത്തിനുള്ള പാതയാക്കിയ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമെന്ന് അഹിംസയുടെയും നേരിന്റെയും വഴി ലോകത്തിന് കാട്ടി നൽകുന്നതിനായി ഗാന്ധി ഏറെക്കാലം ജീവിച്ച ഇടമാണ് സബർമതി ആശ്രമം. ഗുജറാത്തിന്റെ തലസ്ഥാനമായ അഹമ്മദാബാദിലാണ് ഈ ഗാന്ധി ആശ്രമം. രഘുപതി രാഘവ രാജാരാം പതിത പാവന സീതാരാം. സബർമതി നദീതീരത്തെ ഈ ആശ്രമം സ്വാതന്ത്ര്യ സമരകാലത്തെ ഉഴുതുമറിച്ച ഭൂമിയാണ്. ചരിത്രപ്രസിദ്ധമായ ഉപ്പ് സത്യാഗ്രഹത്തിനായി ദണ്ഡിക്കടപ്പുറത്തേക്ക് 78 അനുയായികൾക്കൊപ്പം മഹാത്മാഗാന്ധി നടന്നു തുടങ്ങിയത് ഈ ആശ്രമത്തിൽ നിന്നാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങിയെത്തിയ മഹാത്മാഗാന്ധി കൊച്ചാർബിലാണ് ആദ്യ ആശ്രമം തുടങ്ങിയത്. കൃഷി, നൂൽനൂൽപ്പ്, കാലുവളർത്തൽ, കൈത്തൊഴിൽ എന്നിങ്ങനെയുള്ള സ്വാശ്രയ പരീക്ഷണങ്ങൾക്ക് കൂടുതൽ സ്ഥലം വേണ്ടി വന്നു. 1917 ജൂൺ 17 ഈ പ്രദേശത്തേക്ക് ആശ്രമം മാറ്റി സ്ഥാപിച്ചത്. ജാതിയുടെ പേരിൽ മനുഷ്യരെ അകറ്റി നിർത്തിയിരുന്ന അന്നത്തെ ഇന്ത്യയിൽ ഗാന്ധിയുടെ പരീക്ഷണങ്ങൾ അമ്പരപ്പ് സൃഷ്ടിച്ചു. കൂട്ടുജീവിതത്തിനായി ആശ്രമ ഭരണഘടന എഴുതിയുണ്ടാക്കി. യാത്രയും ജയിൽവാസവും ഇല്ലാതിരുന്ന കാലം മഹാത്മാഗാന്ധി കഴിഞ്ഞിരുന്നത് ഇവിടെയാണ്. മഹാത്മാഗാന്ധിയും കസ്തൂർബയും താമസിച്ച ഇടം ഹൃദയകുച്ച്. 4 മണിക്ക് ഉണരുന്ന ആശ്രമം 9 മണി വരെ സജീവം. പച്ചക്കറി നുറുക്കൽ മുതൽ കക്കൂസ് മാലിന്യം വൃത്തിയാക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ എല്ലാവരും ഏറ്റെടുത്ത് ചെയ്തു. ശബ്ദമധുരമില്ലാത്ത പ്രാർത്ഥനയെ മഹാത്മാവ് ഒട്ടുമേ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഹിന്ദു മുസ്ലിം മതമൈത്രിയുടെ പാഠശാല കൂടിയായിരുന്ന ആശ്രമത്തിൽ മനുഷ്യർക്ക് മാത്രമല്ല സഹജീവികൾക്കും ഇടം നൽകിയിട്ടുണ്ട്. സ്വദേശി, നിർഭയത്വം, സമത്വം എന്നീ ആശയങ്ങൾ പകർന്നു നൽകിയ ഗാന്ധി ആശ്രമത്തിലേക്ക് നൂറുകണക്കിന് പേരാണ് സന്ദർശകരായി എത്തുന്നത്. നമ്മളെ ജീവിതത്തിൽ ഗാന്ധിജി ജീവിച്ച ഒരു സ്ഥലത്ത് എത്തുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും ഒരു ധന്യമായ ഒരു കാര്യമാണ്. നമ്മൾ പുസ്തകങ്ങളിലെല്ലാം പഠിച്ചത് നമുക്കിങ്ങനെ ഗാന്ധി ആശ്രമം, സബർമതി ആശ്രമം എന്നെല്ലാം പറയുമ്പോൾ തന്നെ നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ആവേശം. അതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു ഇത്, അതാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് 60,000-ലേറെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കൊണ്ട് ഇന്ത്യൻ ജയിലുകൾ നിറഞ്ഞു. സമരത്തിൽ പങ്കെടുത്തവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയപ്പോൾ സബർമതി ആശ്രമവും ഏറ്റെടുക്കാൻ മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടു. പക്ഷേ അതിനുള്ള ധൈര്യം അവർക്കുണ്ടായില്ല. സ്വാതന്ത്ര്യം ലഭിക്കാതെ ഇനി ആശ്രമത്തിൽ കാൽകുത്തില്ലെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന്റെ മധുരത്തിനൊപ്പം വിഭജനത്തിന്റെയും വർഗീയതയുടെയും കയ്പിൽ കൂടിയാണ് രാജ്യം കടന്നുപോയത്. ആ മുറിവുണക്കാനുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ സബർമതിയിലേക്ക് തിരികെ എത്താൻ ഗാന്ധിജിക്കും കഴിഞ്ഞില്ല. മതഭ്രാന്തന്റെ വെടിയേറ്റ് രാഷ്ട്രപിതാവ് മരണത്തിന് കീഴടങ്ങിയെങ്കിലും അദ്ദേഹം നട്ട തൈകൾ തണൽ മരങ്ങളായി സബർമതിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കോൺഗ്രസിനെ സമരസംഘടനയാക്കി മാറ്റിയ നിശബ്ദ വിപ്ലവത്തിന് വിത്തിട്ട ഭൂമിയാണിത്. മതേതരത്വം സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവർ തന്നെ അതിനെ മുറിവേൽപ്പിക്കുമ്പോൾ സബർമതി ഒരു ഓർമ്മയും മുന്നറിയിപ്പുമാണ്. സബർമതിയിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം D. ധനസുമോർ, മീഡിയ 1, അഹമ്മദാബാദ്.